എനിക്ക് 4 പെങ്ങന്മാരാ ഉള്ളത്. അവിടെ എൻ്റെ പെങ്ങന്മാരോടൊപ്പം കല്യാണിക്കും അമ്മയ്ക്കും പേടി കൂടാൻ നിൽക്കാം. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സമാനമായിട്ട് തീരുമാനിക്കാമല്ലോ, അല്ലേ? അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്തില്ലേ, അത് തന്നെ ധാരാളം. അപരിചിതരായ 2 സ്ത്രീകളെ രാത്രി വീട്ടിലേക്ക് കൊണ്ടുവന്നത് ശരിയല്ല. ഞങ്ങളെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടാക്കി തന്നാ മതി. രാത്രി കിടക്കാൻ അവിടെ ഏതെങ്കിലും നടയോ വരാന്തയോ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അവിടെ കിടന്നോളെന്ന സാറേ അമ്മ പറഞ്ഞത്. പിന്നെ ആ സാറ് വിളി വന്നല്ലോ, അല്ലേ മോളെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാറ് വിളി അങ്ങ് ഒഴിവാക്ക്. ദേ, എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടവും. ഏട്ടൻ. അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ഞങ്ങൾ ആക്കിയിരുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരുന്നു. അമ്പലത്തിലാക്കാൻ എനിക്ക് മടിയുണ്ടായിട്ടില്ല. പക്ഷേ ഈ പാതിരാത്രി അത് ശരിയാണോന്നാ എന്റെ സംശയം. ഭദ്രേട്ടൻ എന്താ ഭയന്നു പോയോ? വെറും ഒരു ഭീഷണി കേട്ടാണോ ഈ പേടിച്ചു വിറച്ച് നിൽക്കുന്നത്? അല്ല കുഞ്ഞോളെ, നീ പറഞ്ഞൊന്ന് ഓർത്തു നോക്കിയേ. ഈ പേപ്പട്ടിയെ കൊണ്ട് കടുപ്പിക്കുക, കൊല്ലുക എന്നൊക്കെ പറയുന്നത് കുറച്ച് കഠിനമായി പോയില്ലേ? എനിക്ക് കേട്ടിട്ടേ എന്തോ ഒരു അതൊന്നും ഓർത്ത് ഭദ്രേട്ടൻ പേടിക്കണ്ട. നമുക്ക് നമ്മുടെ ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി. നീ പറഞ്ഞ ശരിയാ കുഞ്ഞോളെ, നമ്മളെ പതറാൻ പാടില്ല. കല്യാണി അടിച്ചിറക്കി വിട്ടതുപോലെ ആ ലക്ഷ്മിയെ കൂടി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ അതോടെ ഈ വീട് പൂർണ്ണമായും സമാധാനമാവും. അവളുടെ ശല്യം കൂടി തീരണം നമുക്ക്. ഭദ്രേട്ടാ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് ആ നരിയുടെ ഒരു കോള് വന്നിരുന്നു. എന്നിട്ട് കുഞ്ഞോൾ നരിയോട് സംസാരിച്ചോ? ഏയ്, ഞാൻ കോൾ എടുത്തില്ല. അവൻ വിളിക്കുന്നത് കണ്ടപ്പോ എനിക്കെന്തോ സംശയം തോന്നി. അവന്റെ തന്തയെ കൊന്ന കൊലയാളികളെ തേടി ഇറങ്ങിയിരിക്കുക അവൻ. അവന്റെ അച്ഛന്റെ രക്തത്തിന്റെ ഗന്ധം മണക്കുന്ന കൊലയാളി അവന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടെന്ന് അവനറിയില്ലല്ലോ. നരിയാണത്രേ, നരി. എന്നാലും അവനെ മൊത്തത്തിലങ്ങ് വെറുപ്പിക്കാൻ പാടില്ല. മണിമാല തേടിയുള്ള യാത്രയിലാണ് അവനും. കുഞ്ഞോളെ, നീ ആ കോൾ എടുക്കാതിരുന്ന നന്നായി. അവൻ നമുക്കെതിരെ തിരിയുന്നതിന് മുമ്പ് തന്നെ അവനെ തീർത്ത് കളയണം. അതാ നമുക്ക് നല്ലത്. കുഞ്ഞോളെ, തൽക്കാലം എല്ലാം മാറ്റിവെച്ച് ഐശ്വര്യ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിക്ക്. എന്തോ വരട്ടെ.